hope you are doing good and great. Welcome to my channel or welcome back to my channel. അങ്ങനെ നീണ്ട യാത്രകൾക്ക് ശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യമായിട്ട് ക്ലീനിങ് ആണ്. പിന്നെ നോമ്പൊക്കെ ആയില്ലേ, അപ്പോൾ നനച്ചുള്ളിപ്പണി പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റൂം കഴിഞ്ഞു. അങ്ങനെ നിൻ്റെ റൂം തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ റൂം നന്നാക്കിയാണ് ഞാൻ. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ എൻ്റെ റൂമിലുള്ള സാധനം ഫുള്ള് ഞാൻ മാറ്റുകയാണ്. എന്നിട്ട് വേണം എനിക്ക് മാറാലിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഉമ്മ വന്നുകൊണ്ട് മാറാല തട്ടി ഫാന്. അതാണ് അവിടെ ആ ബെഡിൻ്റെ അവിടെയൊക്കെ പൊടി ഉണ്ടായിരുന്നത്. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നോയിസ് എഫക്റ്റ് ഭയങ്കരമായിട്ട് ഇതിലെടുത്തറിയുന്നുണ്ട്. അതാരും മൈൻഡാക്കണ്ട, നിങ്ങൾ ഞാൻ പറഞ്ഞ മാത്രം കേട്ടാൽ മതി. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ 15 മിനിറ്റ് ലോങ് ആയോ എന്നൊരു സംശയം. കാരണം ലോങ് വീഡിയോ തന്നെയാണ്, പക്ഷേ ഞാൻ അത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിതിലോരോ ക്ലിപ്പൊക്കെ എഡിറ്റ് കട്ട് ചെയ്തതാക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെയാണ്, ഞാൻ അതിലിപ്പോൾ എന്താ വോയിസ് ഓവർ കൊടുക്കുക പഠിച്ചോനെ, എന്താ ഇപ്പം നിങ്ങളോട് പറയുക എന്നൊക്കെ എനിക്ക് ആദ്യം ഒരു ടെൻഷനായിരുന്നു. പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു സമാധാനമായി. പിന്നെ ഇത് ഷാനുവിൻ്റെ അനിയനാണ്, റിഫു. അവന് ഇവിടെ ഇല്ല, അവന് ഗൾഫിലാണ്. ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യിട്ടാന്ന് പറഞ്ഞാണ്ട് എൻ്റെ അടുത്ത് കുറേ ആയി തന്നിട്ട്. സത്യം പറഞ്ഞ ഈ ഫോട്ടോൻ്റെ അടുത്ത് മിസ്സിങ് ആയത്. പക്ഷേ ഈ ബെഡ് പൊന്നിച്ചപ്പോഴാണ് ഇതിൻ്റെ അടിയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഈ വിൻഡോ ഞാനങ്ങനെ ഓപ്പൺ ആക്കലില്ല. ഞാൻ അപ്പുറത്തെ വിൻഡോസ് മാത്രമേ ഞാനങ്ങനെ ഓപ്പൺ ആക്കലുള്ളൂ. ഇത് ക്ലീനിങ് ഒക്കെ ഇതേപോലെ മാറലൊക്കെ തട്ടുമ്പോൾ മാത്രമേ ഞാൻ ഓപ്പൺ ആക്കലുള്ളൂ. ഈ നോയിസ് എഫക്റ്റ് ഭയങ്കരമായ പ്രശ്നമാണ്. മറ്റുള്ളവരൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒന്നുണ്ടല്ലോ, ഒരു പറഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്കെന്തോ അതിന് കഴിയണില്ല. ഞാൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് വല്ലതും ഉണ്ട് ഇതിൽ. പിന്നെ ഈ കാണിക്കണ ഞങ്ങളെ സേവ് ദ ഡേറ്റിൻ്റെ കാർഡാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് കൊടുത്തിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം ഞാൻ ഫുൾ മാറാല തട്ടി. പിന്നെ ഉണ്ടായിരുന്നത് ആ ഫ്രെയിമും ക്ലോക്കും ഉള്ളൂ. അതും ഞാൻ പുറത്തൊക്കെ വെച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ സൈഡ് ടേബിൾ ഉണ്ടല്ലോ, അതുമ്പോൾ കുറേ സാധനമുണ്ട്. അത് ആ വലുപ്പൊക്കെ വെച്ചു. ബാക്കിയുള്ള ഞാൻ പുറത്തും വെച്ചു. എനിക്ക് കുറച്ച് ചൂ എന്ന് പറയല് കൂടിക്കണമെന്നൊരു സംശയം. പിന്നെ എൻ്റെ റൂമിൻ്റെ ഡോറിൻ്റെ കീ ചെയിനാണിത്. ഇത് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ്. ഷാനു ഇതേപോലെ ഓർഡർ ചെയ്ത് കൊടുത്തതാണ്. എങ്ങനെ ഡ്രസ്സ് ഉണ്ടാ? എനിക്കിഷ്ടമായി. എനിക്കിഷ്ടമായോ? കമൻറ്റ് ചെയ്യട്ടെ, മറക്കരുത്. പിന്നെ ഇതാണ് കച്ചറ. ഇതൊന്നുമില്ല, ഇനിയും ഉണ്ട്. ഞാൻ അടിച്ചേരിട്ടില്ല, മാറൽ തട്ടി മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ അടിച്ചേരും കൂടെ കഴിഞ്ഞപ്പോൾ ഒരു കൊട്ടക്കുള്ള സാധനമുണ്ട്. പിന്നെ പുറത്ത് പോയി വെള്ളവും അതേപോലെ സോപ്പിൻ്റെ ഇതൊക്കെ എടുത്തു വന്നു. പിന്നെ ഞാൻ സ്വിച്ച് ബോർഡുകളില്ലേ, അത് ക്ലീൻ ചെയ്തു. കാരണം എൻ്റെ റൂമിൽ 4 സ്വിച്ച് ബോർഡുണ്ട്. 2 ഈ ബെഡിൻ്റെ അവിടെയും, ഒന്ന് പിന്നെ ബെഡിൻ്റെ ഒരു സൈഡിലും, ഒന്ന് പിന്നെ ഡോറിൻ്റെ അവിടെയും. അങ്ങനെ 4 വരുന്നുണ്ട്. പിന്നെ ഞാൻ മിറർ ക്ലീനാക്കി. മിററാണ് എനിക്ക് മുഖ്യം. പക്ഷേ ആ മിറർ ഞാൻ എന്തായാലും മാറ്റി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കണ ഈ മിറർ എനിക്ക് മാറ്റണമെന്ന്. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം എത്തിയിട്ടില്ല.
ക്ലീനിങ് ആണെങ്കിൽ എത്ര ക്ലീൻ ചെയ്തിട്ടോടെ കേണില്ല, അത് വേറെ കാര്യം. ഞാൻ ആദ്യം വിചാരിച്ച് എൻ്റെ അലമാറയും ഈ സൈഡ് ടേബിളും ഫസ്റ്റ് ക്ലീൻ ആക്കാന്ന്, ഡ്രസ്സൊക്കെ മടക്കി വെച്ച് വേണ്ടാത്തൊക്കെ ഒഴിവാക്കി അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. ബട്ട് അതിനൊരു സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ രാത്രി ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ച്. ഇന്നിപ്പോഴാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യണത്. ഇതുവരെ ഞാൻ മടക്കി വെച്ചിട്ടില്ല, ഞാനത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. പിന്നെ വിചാരിച്ചു ഒരു വീഡിയോ കൂടെ ആവുമല്ലോ, അത് മാത്രം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ചു. അങ്ങനെ പാർട്ട് 1 ഇത്, ഇനി പാർട്ട് 2 അത്. അങ്ങനെ റൂം ഫുള്ള് അടിച്ചു വാരി തുടച്ചു. പിന്നെ ഉണ്ടായിരുന്നത് ആ ഫ്രെയിമും ക്ലോക്കൊക്കെയാണ്. അതും ഞാൻ ഇതേപോലെ സ്പ്രേ ചെയ്തങ്ങാണ്ട് ഞാൻ തുടച്ചുകൊണ്ട് ഞാൻ വെയിലത്ത് വെച്ച്. പിന്നെ ബെഡ് നീക്കി എൻ്റെ ഉപ്പാട് ഇളക്കിക്കണം. പിന്നെ ഞാൻ കാലായിട്ട് നീക്കൽ തുടങ്ങി. എനിക്ക് തോന്നി കൈയിട്ട് നീക്കണക്കാട്ടും നല്ലത് അതേപോലെ ഉന്തി കാലായിട്ട് നീക്കണമെന്ന്. എന്നിട്ട് പിന്നെ ഒന്നും കൂടെ തുടച്ച് അവിടെ ഉണങ്ങിയതിൻ്റെ ശേഷം ഞാൻ ബെഡ് കൊടുത്തിട്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, ബെഡ് എനിക്ക് പൊന്തില്ല. അപ്പോൾ ഉമ്മ സഹായത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉമ്മയും ഒരു കവർ ഇടണം, അല്ലെങ്കിൽ പൊടിയൊക്കെ ഇഞ്ഞുമ്പോൾ ആകെ നാസാവില്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ അതും ചെയ്തു. അങ്ങനെ അന്ന് തന്നെ എനിക്കൊരു കൊറിയറും വന്നു. അപ്പോൾ അത് നല്ലതായില്ലേ.
അപ്പോൾ എന്തായാലും ക്ലീൻ ആക്കിയതല്ലേ, അപ്പം ഇനി പുതിയ ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് വെച്ചു. പിന്നെ ഇന്ന സംസാരം പോലെ അല്ലല്ലോ എൻ്റെ സംസാരം, വ്യത്യാസം, എൻ്റെ സ്ലാങ് മാറ്റങ്ങൾ ഇല്ലേ, അതും നിങ്ങൾ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഫൈനൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ പിന്നെ രാത്രിയാണ് എനിക്ക് ഓർമ്മയത്. അപ്പോൾ ഞാൻ അതും ഷൂട്ട് ചെയ്തു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.